ഹായ്, എൻ്റെ പേര് ഹിമ. ഫസ്റ്റ് തന്നെ ഞാൻ പറയാം, ഞാനൊരു വ്ളോഗറൊന്നുമല്ല. ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ആദ്യത്തെ തവണയാണ്. റീൽസ് പിന്നെ ഷോർട്സ് അങ്ങനത്തെ ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു ഓൺ വോയിസിലൊരു വീഡിയോ ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ എന്താ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ റീസെൻ്റ് ആയിട്ട് ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ഇട്ടു. അപ്പോൾ അത് അത്യാവശ്യം വ്യൂസൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ വീട് ഉണ്ടാക്കിയത്, പിന്നെ ജോലിയായിട്ട് ഞാനിങ്ങനെ പുറത്തേക്ക് വന്നത്, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് കുറച്ച് പേര് ഇങ്ങനെ. അപ്പം അങ്ങനെ വീഡിയോ ഇട്ട സമയത്ത് കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ ഇവിടെ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് പോയത്, എന്താ പഠിച്ചത്. അപ്പം എല്ലാവർക്കും കൂടെ അങ്ങനെ ഒരു മെസ്സേജിന് റിപ്ലൈ കൊടുക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനിങ്ങനെ കുറേ നാളായിട്ട് വിചാരിക്കുന്നു, ഒരു വീഡിയോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പം കുറച്ച് പേർക്ക് ചിലപ്പോൾ യൂസ് ആയാലോ എന്ന് വിചാരിച്ചു. എനിക്കിങ്ങനെ പറഞ്ഞു കൊടുക്കാനൊന്നും അറിയത്തില്ല. എൻ്റെ കാര്യങ്ങൾ, അതായത് ഞാൻ എങ്ങനെ വന്നു, എന്താ പഠിച്ചത്, ആ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. അപ്പം ഞാൻ ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ഹിമ, മാരീഡാണ്, ഹസ്ബൻഡ് ഇവിടെ ഉണ്ട്. പിന്നെ നാട്ടിൽ കോഴിക്കോട് പുല്ലൂരാമ്പാറയാണ് എൻ്റെ വീട്. കല്യാണം കഴിച്ചിരിക്കുന്നത് കോഴിക്കോട് കക്കോടി. പിന്നെ ഞാൻ എന്താ പഠിച്ചതെന്ന് വെച്ചാൽ, ഞാൻ +2 കഴിഞ്ഞ് നഴ്സിംഗ് ആണ് പഠിച്ചത്. നഴ്സിംഗ് പഠിച്ചതെന്ന് വെച്ചാൽ BSc അല്ല, GNM ആണ് പഠിച്ചത്. ഒരുപാട് പേര് എന്നോട് ചോദിച്ചൊരു ഡൗട്ടാണ്, BSc ആണോ GNM ആണോ, GNM പഠിച്ചിട്ട് കാര്യമുണ്ടോ, അങ്ങനെയൊക്കെ കുറേ പേര് ഇങ്ങനെ ചോദിച്ചു. അപ്പം എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് എനിക്ക് എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ GNM ആണ് പഠിച്ചത്. BSc പോസ്റ്റ് BSc ഒന്നും എടുത്തിട്ടൊന്നുമില്ല. ഞാൻ GNM ആണ് പഠിച്ചത്. പിന്നെ GNM പഠിച്ചിട്ട് ഞാൻ നാട്ടിൽ തന്നെ ഒരു 3-4 വർഷം ഞാൻ നാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ 2 ഹോസ്പിറ്റലിൽ, കോഴിക്കോട് തന്നെ. കോഴിക്കോട് വിട്ട് ഞാൻ എവിടെയും പോയിട്ടൊന്നുമില്ല. കോഴിക്കോട് തന്നെ വർക്ക് ചെയ്തു. 2 ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു. ഒന്ന് പഠിച്ചിറങ്ങി ആ ഹോസ്പിറ്റലിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തു. പിന്നെ അവിടുന്ന് വന്ന് വേറൊരു ഹോസ്പിറ്റലും വർക്ക് ചെയ്തു. രണ്ടാമത് ഒന്ന് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്താണ് എനിക്കിങ്ങനെ പുറത്തേക്ക് പോകണം, എവിടെയെങ്കിലും പോയി ജോലി ചെയ്യണം, അങ്ങനെയൊക്കെ ഒരു ഐഡിയ കിട്ടുന്നത് എനിക്ക് അവിടെ നിന്നാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആരും സ്റ്റേ ചെയ്യുന്നില്ല. എല്ലാവരും വരുന്നു, കുറച്ച് നാൾ ജോലി ചെയ്യുന്നു, എന്തെങ്കിലും എക്സാം എഴുതുന്നു, പുറത്തേക്ക് പോകുന്നു. അപ്പം അങ്ങനെ ഇങ്ങനെ എല്ലാവരും പോകുന്ന കണ്ടപ്പം എനിക്കും ഓക്കെ എന്നാൽ പോവാം. പക്ഷേ ഒന്നാമത്തെ കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു GNM എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ. എല്ലാവരും പറഞ്ഞു പുറത്തേക്കൊക്കെ പോകണമെങ്കിൽ BSc വേണം, BSc പഠിച്ചാലേ പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ, അതിന് ഓപ്ഷൻസ് ഉള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞ കാരണം ഞാനും പുറത്തേക്ക് പോകുന്നതിനെക്കുറിച്ചൊന്നും ഞാൻ ഒട്ടും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് ഞാനിങ്ങനെ അറിഞ്ഞത്. പിന്നെ മെയിനായിട്ട് പറയാമല്ലോ, എൻ്റെ ഒരു ചേട്ടായിയുണ്ട്, കസിനാണ്, ബ്രദർ. എനിക്കെൻ്റെ ബ്രദറിനെ പോലെ തന്നെയാണ്. അപ്പം അവൻ പറഞ്ഞിട്ടാണ് ഞാൻ എക്സാം എഴുതാൻ പുറത്തു പോവാം എന്നൊക്കെ ഞാൻ ചിന്തിച്ചത്. അപ്പോൾ അവൻ തന്നൊരു ഓപ്ഷനായിരുന്നു OET. അപ്പോൾ OETനെ കുറിച്ചൊക്കെ ഞാനിങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അതിന് BSc GNM അങ്ങനെയൊന്നുമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ OET എക്സാമിന് അവിടെ ക്ലാസ്സിന് ജോയിൻ ചെയ്ത് എനിക്ക് 3rd അറ്റംപ്റ്റിലാണ് ഞാൻ പാസ്സായത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് ഒരു ഇതിൽ, അതായത് സ്പീക്കിംഗ്, ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ് അങ്ങനെ ഉണ്ടല്ലോ, അതിൽ റൈറ്റിങ്ങിൽ എനിക്ക് സ്കോർ കുറവായിരുന്നു. അപ്പം ഞാനത് വിട്ടു. പിന്നെ ഞാൻ കുറച്ച് ലേറ്റായിട്ട് അടുത്ത എക്സാം എഴുതി. അതിലെനിക്ക് എൻ്റെ ഓഡിയോ അല്ല, വേറെ ആളുടെ ഓഡിയോ കംപ്ലൈൻ്റ് ആയെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അവർ അത് സ്റ്റോപ്പ് ചെയ്തു. പിന്നീട് എനിക്കൊരു ഐഡിയയും കിട്ടിയില്ല. അപ്പോഴേ എനിക്കറിയായിരുന്നു പിന്നെ നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ളതിൽ. അപ്പം ഞാൻ രണ്ടാമത് അത് പോയി. പിന്നെ 3rd അറ്റംപ്റ്റിൽ എനിക്ക് കിട്ടി. അപ്പം ഞാനിങ്ങനെ അന്വേഷിച്ചു. എക്സാം പാസ്സായി കഴിഞ്ഞപ്പം ഞാൻ അന്വേഷിച്ചപ്പം ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 2 കൊല്ലമായി. സോ അന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. GNM ഓപ്ഷൻ ഉള്ളവർക്ക് UK അയർലൻഡിലേക്കും ആണ് ഓപ്ഷൻസ് ഉള്ളതെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ നമുക്ക് വേറെ എങ്ങോട്ടേലും പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പോവാം. അപ്പം ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഫിനാൻഷ്യലിയൊക്കെ കുറച്ച് ഇതൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഒന്ന് പോന്നാൽ മതി എന്നായിരുന്നു. അയർലൻഡിലേക്കുള്ള പ്രോസസ്സിങ് കുറച്ചുകൂടെ ഡിലേ ആണ് അന്ന് ഞാൻ കേട്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ UK പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. ഒരു ഏജൻസി വഴി സ്റ്റാർട്ട് ചെയ്ത് പ്രോസസ്സിങ് തുടങ്ങി. പിന്നീട് നമ്മൾ ഈ KNMCൻ്റെ എന്തോ ഒരു രജിസ്ട്രേഷൻ പോലെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ NMC രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പോർട്ടൽ എന്തോ ഓപ്പൺ ആവും. അപ്പോൾ നമ്മൾ CBT എന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്സാം എഴുതണം.
പിന്നീട് ഞാൻ ആ എക്സാം എഴുതി. ആ എക്സാം എഴുതിയത് ബാംഗ്ലൂർ ഡേറ്റ് എടുത്ത് അതാണ് അവിടെ നിന്നാണ് എഴുതിയത്. അവിടെ നിന്ന് എഴുതി എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ CBT എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ NMCൻ്റെ രജിസ്ട്രേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തു. പിന്നീടുള്ളത് ഇൻ്റർവ്യൂ ആണ്. അതായത് നമ്മൾ എവിടേക്കാണ് പോകേണ്ടത്, ഏത് ഹോസ്പിറ്റലിലേക്കാണ്, അങ്ങനെയെല്ലാം നോക്കിയിട്ട് ആ ഹോസ്പിറ്റലിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഞാൻ 2 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. മാഞ്ചസ്റ്ററിലേക്കുള്ളതാണ് എനിക്ക് കിട്ടിയത്. മാഞ്ചസ്റ്ററിലേക്കുള്ളത് കിട്ടി. അത് കിട്ടി എനിക്ക് ഒരുപാട് ലേറ്റ് ഒന്നും ആയില്ല. അവർ CS ഒക്കെ അയച്ചു തന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പോന്നു. എനിക്ക് പ്രോസസ്സിങ് ഒരു 4-5 മാസത്തിൻ്റെ ഉള്ളിൽ ഞാൻ പോന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ അങ്ങനെ ഇവിടെ വന്നു, UK വന്ന് ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ ബാൻഡ് 5 ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ വന്നാൽ മാത്രം പോരാ, ഇവിടെ വന്നിട്ട് ഒരു എക്സാം കൂടെ ഉണ്ട്. അപ്പം ഞാനിവിടെ വന്ന സമയത്ത് OSCE എന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്സാമാണ്. അതായത് ഇവിടുത്തെ പ്രാക്ടിക്കൽ പോലത്തെ നമ്മൾ പ്രൊസീജിയർ കാര്യങ്ങളെല്ലാം ചെയ്ത് കാണിക്കുന്ന ആ ഒരു രീതിയിലുള്ളൊരു എക്സാം. അതെങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഞാനിവിടെ വന്ന സമയത്ത് ബാൻഡ് 4 ആയിട്ടാണ് വരിക. ബാൻഡ് 4 ആയിട്ട് ഇവിടെ വരുമ്പം നമുക്ക് ആദ്യത്തെ ഒരു മാസം അവർ OSCEൻ്റെ ക്ലാസ് തന്നു. എക്സാമിൻ്റെ ഡേറ്റും അവർ തന്നെ എടുത്തു തന്നു. ഫസ്റ്റ് എക്സാമിൻ്റെ പേയ്മെൻറ്റും അവർ കൊടുക്കും. അപ്പം എനിക്ക് ഇവിടെ വന്ന് ആ ഒരു മാസത്തെ ക്ലാസ് പിന്നെ എക്സാമിന് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടി. ഞാൻ വന്നത് മാഞ്ചസ്റ്റർ ഹോസ്പിറ്റലിലേക്കാണ്. അപ്പം MRI എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക്, മാഞ്ചസ്റ്റർ ഫൗണ്ടേഷൻ ട്രസ്റ്റ്, ആ ട്രസ്റ്റിലേക്കാണ് ഞാൻ വന്നത്. അപ്പം അവർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലായിടത്തും എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പറയുന്നത് നമുക്ക് ഇവിടെ വന്നതിന് ശേഷം OSCE 3 തവണ അറ്റംപ്റ്റ് ചെയ്യാം. അതായത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പേയ്മെൻറ്റ് അവർ കൊടുക്കും. സെക്കൻഡ് അറ്റംപ്റ്റിലാവുമ്പം ഹാഫ് പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കണം, പകുതി പൈസ. പിന്നീട് തേർഡ് അറ്റംപ്റ്റും കൂടി വരുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ഫുൾ എമൗണ്ട് നമ്മൾ തന്നെ കൊടുക്കണം. പക്ഷേ തേർഡ് അറ്റംപ്റ്റിലും ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോകണം. അങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ തിരിച്ചു പോയവരൊന്നും അങ്ങനെ ഇല്ലെന്നാണ് എൻ്റെ അറിവ്. പിന്നെ ഞങ്ങളിങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു ഒരു 2 പേര് തിരിച്ചു പോയി. പക്ഷെ അവർ ഒട്ടും താല്പര്യമില്ലാത്ത പോലെ കാണിച്ച് അവർ തിരിച്ചു പോയി എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. പക്ഷെ എങ്ങനെയാലും നമ്മളൊന്ന് ട്രൈ ചെയ്താൽ പറ്റാവുന്നതൊക്കെ ഉള്ളൂ. പക്ഷെ ബേസിക്കായിട്ട് അപ്പം നമ്മൾ ഇങ്ങോട്ട് വരുന്നത് സ്കിൽഡ് വർക്കർ എന്ന് പറഞ്ഞ ഒരു വിസയിലായിരിക്കും നമ്മൾ വരുന്നത്. അതായത് ഈ നേഴ്സിംഗ് ഒക്കെ പഠിച്ച് ഈ OET ക്ലിയർ ചെയ്ത് CBT ക്ലിയർ ചെയ്ത് ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്ത് ഇവിടെ OSCE ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ നമ്മളിവിടെ ബാൻഡ് 5 നേഴ്സായിട്ട് നമുക്ക് ജോലി ചെയ്യാം. അപ്പം അങ്ങനെയാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താ പറയുക, 2 വർഷമായി വർക്ക് ചെയ്ത് എനിക്ക് ഡ്യൂട്ടി ഒന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്യാം. പിന്നെ ഈ NHSലേക്കാണ് വരുന്നത്. ഞാൻ NHSലേക്കാണ് വരുന്നത്, അത് പറഞ്ഞില്ലല്ലോ അല്ലേ. NHS അതായത് ഇവിടുത്തെ UK ഗവൺമെൻറ്റിൻ്റെ ഇതിലേക്കാണ് ഞാൻ വന്നത്, ഹോസ്പിറ്റലിലേക്കാണ് ഞാൻ വന്നത്. പ്രൈവറ്റ് ആയിട്ടുള്ളതിലേക്ക് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇതുവരെ കോഴിക്കോട് വിട്ട് പുറത്ത് പോയി ഞാൻ എവിടെയും വർക്ക് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് നമുക്ക് റിസ്ക് എടുക്കണ്ട, ഒരു ഗവൺമെൻറ്റിലാകുമ്പോൾ കുറച്ചുകൂടെ സേഫ് ആയിരിക്കുമല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ NHSലേക്കാണ് വന്നത്. NHSലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറി ഉണ്ട്. പിന്നെ ഇവിടുത്തെ ചിലവുകളൊക്കെ കൂടുതലായിരിക്കുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് അങ്ങനെ വർക്ക് ചെയ്യുന്നു. അപ്പം 2 ഇയർ ആയി കഴിയുമ്പോൾ ചിലപ്പോൾ സാലറി വലിയ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ എന്തോ ഒരു ചെറിയൊരു ചേഞ്ച് ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിയത്തില്ല. പിന്നെ അവരെനിക്ക് 3 ഇയറിലേക്കുള്ള വിസയാണ് തന്നെ. 3 വർഷം കഴിയുമ്പം നമ്മൾ എന്ത് ചെയ്യാം, ഇത് നമുക്ക് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇവിടെ നിൽക്കണമെന്നുള്ളവർക്കാണെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം, ഇല്ലാത്തവർക്കാണെങ്കിൽ വേണ്ടെങ്കിൽ തിരിച്ചു പോകാം. അതൊക്കെ നമ്മൾ ഡ്യൂട്ടി അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ PR പെർമനൻറ്റ് റെസിഡൻസി 5 ഇയർ ആയിരുന്നു. ഇപ്പോൾ ഈ ഇടയായിട്ട് അതിനെന്തോ ചേഞ്ച് വരുന്നു എന്നൊക്കെ കേട്ടു. അതിനെക്കുറിച്ച് എനിക്കൊരു ഡീറ്റെയിൽസ് അറിയത്തില്ല. പിന്നെ ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ കുറേ പേര് എങ്ങനെയാണ് വന്നത്, വരാൻ എന്തൊരു പൈസ ചിലവായെന്ന് വെച്ചു. പൈസ ചിലവായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ OET എക്സാം എഴുതാൻ വേണ്ടിയിട്ട് എനിക്ക് പൈസ ചിലവായിട്ടുണ്ട്. ഒരു എക്സാമിന് അന്നേരം 35,000 അങ്ങനെ എന്തോ ഒരു എമൗണ്ട് ആയിരുന്നു. അപ്പം 3 തവണ എക്സാം എഴുതേണ്ട പൈസ എനിക്ക് ചിലവായിട്ടുണ്ട്. പിന്നെ CBT എക്സാമിൻ്റെ ഫീസ് എനിക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ CBT എക്സാമിൻ്റെ പൈസയും ഇതുപോലെ 15,000 അങ്ങനെ എന്തോ ആയിരുന്നെന്നാണ് എൻ്റെ ഓർമ്മ. കാരണം 2 വർഷമായി, ഞാനത് മറന്നുപോയി. പിന്നെ NMC രജിസ്ട്രേഷന് വേണ്ടിയിട്ടൊരു എമൗണ്ട് ഇതുപോലെ 15,000 അങ്ങനെ എന്തൊരു സംതിങ് ഒരു എമൗണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫ്ലൈറ്റ് ടിക്കറ്റ്, ഇങ്ങോട്ടേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് അവർ തന്നെയാണ് എടുത്തു തന്നത്. പിന്നെ അതല്ലാണ്ട് വിസേൻ്റെ ഫീസ് എല്ലാം അതും ഇവിടുന്ന് ഹോസ്പിറ്റൽ തന്നെയാണ് കേട്ടോ പേയ്മെൻ്റ് ഒക്കെ ചെയ്തത്. അതെ,
വേറെ അല്ലാണ്ട് പിന്നെ എനിക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ അത്യാവശ്യം വരുമ്പോൾ ഉള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വെക്കണ്ടേ. അതിനുള്ള എമൗണ്ടൊക്കെ എനിക്ക്, അല്ലാണ്ട് ഏജൻസിക്ക് ഒരു ഫീ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഫീയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക്. അതായത് ലക്ഷങ്ങൾ കൊടുക്കേണ്ട ഒരു ഇതൊന്നും വന്നിട്ടില്ല. സോ ഞാൻ എങ്ങനെ വന്നതെന്ന് വെച്ചാൽ ഈ എക്സാമൊക്കെ പാസ്സായി ഇവിടെ വന്നു, ഇവിടുത്തെ എക്സാം പാസ്സായി, ഇപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്നു, 2 വർഷമായി. എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല, നന്നായിട്ട് തന്നെ. അപ്പം GNM ഇപ്പോൾ പിന്നെ ഇപ്പോൾ പറയുന്നുണ്ട്, ഇപ്പോൾ റിക്രൂട്ട്മെൻ്റ് ഒക്കെ തൽക്കാലമായിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുവാന്ന് പറയുന്നുണ്ട്. കാരണം ഒരുപാട് പേരിങ്ങനെ കയറി വന്നത് കാരണം അങ്ങനെ എന്തോ ആണ്. നഴ്സിംഗിൽ മാത്രമല്ല, ഒരുപാട് ഇതിലായിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ പുറമേ നിന്നൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. സ്റ്റുഡൻസ് ആയിട്ടാണെങ്കിലും പിന്നെ അല്ലാണ്ട് വർക്ക് വിസ മീൻസ് അങ്ങനെ കുറേ. അപ്പോൾ അതുകൊണ്ട് അവർ താൽക്കാലികമായിട്ട് ടെമ്പററി ആയിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുക. ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അപ്പോൾ ചോദിക്കുമ്പോൾ പക്ഷേ ഈ ഇവിടെ വന്ന് ഓസ്കി എഴുതി അല്ലാതെ കയറി വന്ന് ഇങ്ങനെ ഇവിടുന്ന് എക്സാം ഓസ്കി ഒക്കെ എഴുതിയിട്ട് ഡ്യൂട്ടിക്ക് കയറുന്നവരൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അങ്ങനെ അവരെങ്ങനെയാണ് വരുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തത് ഒരു ഏജൻസി വഴിയാണ്. ഇവിടേക്കുള്ള ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ഞാൻ വേറൊരു ഏജൻസി വഴിയാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇപ്പം ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെക്കൊണ്ട് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഒരാൾ ഇങ്ങോട്ട് കയറി വരട്ടെ എന്ന് ചോദിക്കുമ്പം എനിക്ക് എൻ്റെ അഭിപ്രായമല്ലേ പറയാൻ പറ്റുള്ളൂ. ഓരോരുത്തർക്കും ഇവിടെ ഡിഫറൻ്റ് ആയിരിക്കത്തില്ലേ. സോ എൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ്. എനിക്ക് വന്നിട്ട് കുഴപ്പമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ നടന്ന് പോകുന്നുണ്ട് എല്ലാം, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ വന്ന രീതി, വന്നത് എങ്ങനെയാണ്, അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. വന്ന സമയത്ത് എനിക്കൊരു 1 മന്ത് അക്കോമഡേഷൻ ഇവർ തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ വേറൊരു ഷെയറിങ് വീട്ടിലേക്ക് മാറി. ഇപ്പം ഞാൻ സ്വന്തമായിട്ടൊരു വീട് റെൻറ്റിൽ, മീൻസ് ഞാനും ഹസ്ബൻഡും ഒരു വീട് റെൻ്റ് എടുത്തിട്ട് ഞങ്ങൾ അവിടെയാണ് നിൽക്കുന്നത്. അപ്പം അത്രേ ഉള്ളൂ. അപ്പം ഇനി എന്തെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് കാര്യമുള്ളൂ. കാരണം എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. ഇപ്പം ഇവിടേക്ക് ആൾ വരുന്നുണ്ടോ, ഒരു വിസ എങ്ങനെയും ഒപ്പിച്ച് തരാൻ പറ്റുമോ, അങ്ങനെയൊന്നും ചോദിച്ചാൽ സത്യസന്ധമായിട്ട് എനിക്കറിയത്തില്ല. ഞാനിവിടെ എത്തിപ്പെട്ടത് തന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ലായിരുന്നു. UK എങ്ങനെയാണ് എന്താണ് ഇതൊന്നും അറിയാതെ ഞാൻ ഇങ്ങോട്ട് കയറി വന്നേ. ആദ്യമൊക്കെ UK എന്ന് വെച്ചാൽ അമേരിക്ക എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. സോ അത്രയ്ക്ക് എനിക്കറിയത്തുള്ളൂ. എനിക്കറിയാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഡെഫിനറ്റായിട്ടും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ റെഡിയാണ്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാം ID ഹിമായസ് ബാബു എന്നാണ്. അതിൽ മെസ്സേജ് അയച്ചാൽ എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വരുന്നു. ഞാനൊരു വ്ളോഗർ അല്ല, ഞാൻ എടുത്ത് പറയാം, ഞാൻ വ്ളോഗർ അല്ല. അങ്ങനെ വീഡിയോ ചെയ്യാനൊന്നും എനിക്കറിയില്ല. അപ്പം ഇത്രയും കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ വേറൊരു മീഡിയ ഇല്ലാത്തത് കൊണ്ടുമാണ് ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. സോ താങ്ക് യു.